ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ PSCയിൽ നിന്ന് നമുക്കൊരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാനാണ്. പ്രധാനമായിട്ടും കേരള വാട്ടർ അതോറിറ്റിയിലെ ഓപ്പറേറ്റർ തസ്തികയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് ഒരുപാട് നോട്ടിഫിക്കേഷനിൽ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളതില്ല. എന്നിരുന്നാലും നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി കണ്ടിരുന്ന കേരള വാട്ടർ അതോറിറ്റിയിൽ ചെറിയൊരു ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെന്താ നോക്കാം. അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 15 ജൂലൈ 2024 ആണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളിലേക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 14 ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് കേരള വാട്ടർ അതോറിറ്റിയിലെ ഓപ്പറേറ്റർ തസ്തികയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. കാറ്റഗറി നമ്പർ 195/2024 ഈ ഒരു കാറ്റഗറി നമ്പറിലാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതായത് സാധാരണ രീതിയിൽ ഇതേപോലെ വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ഓപ്പറേറ്റർ തസ്തികയിലേക്കൊക്കെ വരുന്ന സമയത്ത് ട്രാൻസ്ഫർ കോട്ടയിലാണെങ്കിൽ അങ്ങനെ സ്പെസിഫൈ ചെയ്യാറുണ്ടായിരുന്നു. അതായത് എന്താണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണോ അല്ലെങ്കിൽ ബൈ ട്രാൻസ്ഫർ ആണോ എന്നുള്ളത് മെൻഷൻ ചെയ്യാറുണ്ടായിരുന്നു. അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതിലാണ്. അതായത് നേരത്തെ അത് മെൻഷൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് only for in-service personnel working in the lower categories in Kerala Water Authority എന്നാണ്. അതായത് കേരള വാട്ടർ അതോറിറ്റിയിൽ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോവർ റാങ്കിൽ, അതായത് ഓപ്പറേറ്റർ തസ്തികയേക്കാൾ താഴ്ന്ന തസ്തികയിൽ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കേരള വാട്ടർ അതോറിറ്റിയിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഇൻ പേഴ്സണൽ വർക്കിംഗ് ഇൻ ലോവർ കാറ്റഗറീസ് ഇൻ കേരള വാട്ടർ അതോറിറ്റിക്ക് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇതൊരു ഇൻറ്റേർണൽ എക്സാം ആയിട്ട് മാറുകയാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് അല്ല ഇത്. കേരള വാട്ടർ അതോറിറ്റിയിൽ ലോവർ കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. എന്നിരുന്നാലും കേരള വാട്ടർ അതോറിറ്റിയിൽ ലോവർ തസ്തികയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല അവസരം തന്നെയാണ്. ഓപ്പറേറ്റർ തസ്തികയിൽ വന്നിരിക്കുന്ന സാലറി എന്ന് പറയുന്നത് 27,200 മുതൽ 73,600 ആണ്. നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി 12 ആണ്. നല്ല വേക്കൻസി തന്നെയാണ് വന്നിരിക്കുന്നത്. സോ ഇവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മെത്തേഡ് ഓഫ് അപ്ലിക്കേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ബൈ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഫ്രം ഇൻ സർവീസ് പേഴ്സണൽ ഇൻ ലോവർ കാറ്റഗറീസ് ഓഫ് കേരള വാട്ടർ അതോറിറ്റി. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കല്ലോ. അതായത് കേരള വാട്ടർ അതോറിറ്റിയിൽ നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇൻ സർവീസ് പേഴ്സൺസ് ആയിട്ടുള്ള കേരള വാട്ടർ അതോറിറ്റിയിൽ ലോവർ കാറ്റഗറിയിലെ ആളുകൾക്ക് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. സോ ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ച രീതിയിൽ ഓപ്പറേറ്റർ തസ്തികയിലേക്ക് എത്താൻ സാധിക്കും. സോ അതിൻ്റെ കോഴ്സ് എൻട്രിയിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ കേരള വാട്ടർ അതോറിറ്റിയിലെ ഓപ്പറേറ്റർ തസ്തികയിലേക്ക് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേരള വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് ഈ ഒരു അവസരം ഉണ്ടാവുക. സോ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്ക് മികച്ചൊരു അവസരം ആണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എക്സാം എന്ന് പറയുന്നത്. സോ അത് നേടിയെടുക്കാൻ എൻട്രിയോടൊപ്പം പഠിച്ചു തുടങ്ങുക. കോഴ്സസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക്